ഈ വർഷത്തെ ക്രിസ്തുമസ് ന്യൂ ഇയർ പരിപാടികൾക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുക എന്നൊരു ചടങ്ങിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അതിനായി മഹേഷ് മുരളി ചേട്ടനെ ക്ഷണിച്ചു കൊള്ളുന്നു. ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംഘടന എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് നമുക്ക് കാണിച്ചു തരുന്ന രീതിയിൽ വളരെ വിനയത്തോടും ഇത്രയും എളിമയോടുമുള്ള സെക്രട്ടറിയെ നമുക്ക് കിട്ടിയതാണ് MMA ഭാഗ്യം. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത് അതിലെ ആളുകളെ നയിക്കാൻ കാര്യപ്രാപ്തിയുള്ള ആളുകളെ ലഭിക്കുക എന്നുള്ളതാണ്. നമ്മുടെ MMA അഭിമാനവും അത് തന്നെയാണ്. ഏതൊരു ആപത്തിലും ഏതൊരു ആവശ്യത്തിലും ഓടി അണയുന്ന നമ്മുടെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് നമ്മുടെ സെക്രട്ടറി. ചെറിയൊരു കാര്യത്തിന് പോലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഏത് പാതിരാത്രിയിലാണെങ്കിലും ഫോൺ എടുത്ത് പറയൂ നമുക്ക് ശരിയാക്കാം എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ MMA സംഘടനത്തിന്റെ മികവ് തന്നെയാണ്. 4 പേര് മാത്രമുള്ള ഒരു കുടുംബത്തിൽ പോലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതാണ്ട് 325 കുടുംബങ്ങളും 550 കുട്ടികളും 19 ഇൻഡിവിജ്വൽ രജിസ്ട്രേഷനും അടക്കം 1200-ൽ പരം വരുന്ന മാഞ്ചസ്റ്റർ മലയാളി അസോസിയേഷനിലെ അംഗങ്ങളെ ഒരു ചരടിൽ കോർത്തിണക്കി കൊണ്ടുപോകുന്ന നേതൃത്വം. നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ സെക്രട്ടറി മഹേഷ് മുരളി. മഹേഷ് മുരളി ഓൺ സ്റ്റേജ് പ്ലീസ്. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കാം. ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് ആശംസകൾ. 2024 വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു. ഒരുപാട് പരിപാടികളും എല്ലാവരുടെയും ഗ്യാതറിങ്സ് ഒരുപാട് ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റിയാണ് ഈ തവണത്തെ. ഒരുപാട് പ്രതിസന്ധികളെ മറികടക്കേണ്ടി വന്ന നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഒരുപാട് എടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ തവണത്തേത്. അപ്പോൾ ഈ ക്രിസ്തുമസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കമ്മിറ്റിയുടെ അവസാനത്തെ പ്രോഗ്രാം എന്ന് പറയാവുന്നതാണ് ഈ ക്രിസ്മസ്. വ്യക്തിപരമായിട്ട് 2 വർഷം ആവുന്നു ഞാൻ സെക്രട്ടറി ആയിട്ട്. അപ്പോൾ ഈ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ 2 കമ്മിറ്റിയിലും, പ്രത്യേകിച്ച് ഈ 2024 കഴിയാൻ പോകുന്ന കമ്മിറ്റിയിലും നടത്തിയതിൻ്റെ ചാരിതാർത്ഥ്യം തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ഔപചാരികമായിട്ടുള്ള കടമയിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നിൽ നിന്ന് നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അനീഷ് കുര്യനെ ആദ്യമേ തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സത്യത്തിൽ അനീഷിലേക്ക് ഒരു ലിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ പറഞ്ഞതിനെ പറയണമെന്നുള്ളത്. സത്യം പറയാൻ പോയി, പക്ഷെ അതിലൊരു 1-2 കാര്യങ്ങൾ ഓണത്തിന് പായസം വെച്ച കാര്യം കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞതിനോട്, സോ അത് പറയുന്നില്ല. അനീഷ് കുര്യനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഏത് കാര്യവും ആത്മാർത്ഥയോട് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ വൈസ് പ്രസിഡന്റ് പ്രിയങ്കയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്താൻ കൂടെ നിൽക്കുന്ന നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി, കൂടെ 2ാമത്തെ വർഷമാണ് ജോയിൻറ്റ് സെക്രട്ടറിയും ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ കുട്ടികൾ, ടീച്ചേഴ്സ്, പാരന്റ് ഗവർണേഴ്സ്, കുട്ടികളുടെ മാതാപിതാക്കൾ, കുറേ പേരൊക്കെ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദിയോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്കായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇൻസ്ട്രുമെൻ്റൽ ഫ്യൂഷൻ ലൈവ് മ്യൂസിക്കും നമുക്കായി ഒരു ആനന്ദകരമായ വൈകുന്നേരം സമ്മാനിക്കാൻ എത്തിച്ചേർന്ന വിഷ്ണുരാജിനെയും ടീമിനെയും ഡോക്ടർ അനുപമയും ഡാനിയെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ വർഷം നീണ്ടുനിന്ന ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവസാനത്തെ പരിപാടിയാണ് ക്രിസ്മസ്. അപ്പം ഇതിന് ഇത്രയും വലിയൊരു വേദി നമുക്ക് സംഘടിപ്പിക്കാനും അതിലേക്ക് എത്തിച്ചേരാനുമായിട്ട് പിന്തുണ നൽകിയത് തീർച്ചയായിട്ടും നമ്മുടെ സ്പോൺസേഴ്സാണ്. നമ്മുടെ സ്പോൺസേഴ്സായിട്ടുള്ള ലൈഫ് ലൈൻ പ്രൊഡക്റ്റ്, കോട്ടക് മഹീന്ദ്ര, ഏലൂർ, ഫെയർമാർട്ട് സൂപ്പർ മാർക്കറ്റ്, ഫ്രെയിം ഫോട്ടോഗ്രാഫി എന്നിവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ
ഈ കമ്മിറ്റി വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോയ ഒരു കമ്മിറ്റിയാണ് ഈ വർഷത്തെ ട്രസ്റ്റീസ് ബോർഡാണ്. അവിടുത്തെ ഓരോ ട്രസ്റ്റി മെമ്പേഴ്സിനെയും പിന്നെ അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്ത് കൂടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച എല്ലാ വളണ്ടിയേഴ്സിനെയും ഹാർദമായി ഇവിടെ സ്വാഗതം ചെയ്യുന്നു. അവസാനമാണ് എങ്കിൽ പോലും എല്ലാവരെയും, അതായത് ഈ അസോസിയേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നും എപ്പോഴും കൂടെ നിൽക്കുന്ന ഓരോ മെമ്പേഴ്സിനെയും കുട്ടികളെയും എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. 2 വർഷമായി നിങ്ങൾ എന്നെ സഹിക്കുന്നു. ഒരു പല മൾട്ടിപ്പിൾ സ്വാഗതങ്ങൾ ചെയ്ത് നിങ്ങൾ മടുത്ത് കാണും. അപ്പോൾ അടുത്ത ഈ ജനുവരി മാസം 25-ാം തീയതി നമ്മുടെ ജനറൽ ബോഡിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണവും ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റുമാണ്. വരിക മാത്രമല്ല, ട്രസ്റ്റി ബോർഡിലേക്ക് വരിക. നമുക്ക് കാര്യങ്ങൾ ഇനിയും ഈ അസോസിയേഷൻ മുന്നോട്ട് പോകണമെന്നാണ്. അതുകൊണ്ട് ഇതൊരു പ്രത്യേക സ്നേഹത്തോടെയുള്ള ഒരു ക്ഷണമായിട്ട് തന്നെ കരുതണം. എല്ലാവരും ജനറൽ ബോഡിയിൽ വരണമെന്ന് താഴ്മ അപേക്ഷിക്കുകയും കൂടി ചെയ്യുന്നു. നന്ദി. മഹേഷ് ചേട്ടൻ്റെ വിലയേറിയ വാക്കുകൾക്ക് സ്നേഹപൂർവ്വം ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. മാഞ്ചസ്റ്റർ മലയാളി അസോസിയേഷനെ 2024 നയിച്ച അതിൻ്റെ എല്ലാ ഭാരവാഹികളും, എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ദയവായി ഈ വേദിയുടെ മുൻവശത്തേക്ക് കടന്നു വരിക. ഒപ്പം ഇത് നമ്മുടെ ഒരു ആഘോഷമാണ്. ദയവായി നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഇതിലെ ഓടി നടക്കുന്നതായിട്ടും ചെറിയ അപകടങ്ങളിൽ പെടുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ദയവായി മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. തങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾ ദയവായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഈ സ്റ്റേജിൻ്റെ വശങ്ങളിലേക്ക് കടന്നു വരിക. ഇതൊരു ആഘോഷത്തിന്റെ രാവാണ്. അപ്പൊ നമ്മളെല്ലാവരും ആഘോഷിച്ച് തിമിർത്തിട്ട് തന്നെ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഒരുപാട് പരിപാടികൾ നമുക്കായി MMA ഒരുക്കിയിട്ടുണ്ട്. എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും വേദിക്കടുത്തായി ഒന്ന് നിൽക്കേണ്ടതാണ്. ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഈ അസോസിയേഷന്റെ വ്യാപ്തി ഒന്ന് സൂചിപ്പിച്ചു. ഏതാണ്ട് 1200-ൽ പരം അംഗങ്ങൾ, അതിൽ തന്നെ 324 ഫാമിലികൾ, 549 കുട്ടികൾ, 19 സിംഗിൾ രജിസ്ട്രേഷനുകൾ. ഇത്രയും പേരെ ഒരു ചരടിൽ കോർത്തിണക്കി കൊണ്ടുപോകുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ദൗത്യമാണ് മാഞ്ചസ്റ്റർ മലയാളി അസോസിയേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് സമീപത്തുള്ള പല അസോസിയേഷനുകളെ കുറിച്ച് നമുക്കറിയാം. അവരൊക്കെ സംഖ്യയിൽ കുറവും പ്രവൃത്തികളിൽ പിന്നോക്കവും നിൽക്കുമ്പോൾ ഈ 1200-ൽ പരം ആളുകളെ ചേർത്തിണക്കി എല്ലാ ശനിയാഴ്ചകളിലും തന്നെ എന്തെങ്കിലും ഒരു പബ്ലിക് പ്രോഗ്രാം ഇട്ട് എടുത്തു പറയേണ്ട ഒരു ഔന്നത്യത്തിലേക്ക് ഈ മാഞ്ചസ്റ്റർ മലയാളി അസോസിയേഷനെ എത്തിച്ച ഒരു വർഷം കൂടിയാണിത്. മറ്റൊന്നുമല്ല, നമുക്കറിയാം UK പോയിട്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വാങ്ങിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കലാമേള 16 അസോസിയേഷനുകളുമായി മാറ്റുരച്ച് നോർത്ത് വെസ്റ്റേൺ കലാമേളയിൽ യുഗ്മയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ മലയാളി അസോസിയേഷൻ ഈ വർഷം ഓവറോൾ കിരീടം നേടിയെന്ന വളരെ വലിയൊരു സന്തോഷ വാർത്ത. ഒരു നല്ല കയ്യടിയോടെ 75 കലാകാരന്മാരെയും കലാകാരികളെയും സ്റ്റേജിൽ അണിനിരത്തിക്കൊണ്ടാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് എന്നത് അസോസിയേഷന്റെ ഒരു വലിയ നേട്ടമല്ലേ. 2ാം സ്ഥാനത്തെത്തിയ ടീമിനേക്കാൾ 35-ലധികം പോയിന്റ് അധികം വാങ്ങിയിട്ടാണ് നമ്മൾ വിജയിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ചെറിയ നേട്ടമല്ല. പങ്കെടുത്ത എല്ലാ കലാകാരികളും കലാകാരന്മാരും സമ്മാനം നേടി എന്നതുകൂടി ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് കരഗതമാകാതെ പോയ ചില നേട്ടങ്ങളിലേക്ക് നമ്മുടെ ഈ അസോസിയേഷന്റെ ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ട്. ബാഡ്മിന്റൺ ടൂർണമെന്റ് ആകട്ടെ, മിക്സഡ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ആകട്ടെ, ചെസ് ടൂർണമെന്റ് അടക്കം, കാർഡ് ടൂർണമെന്റ് അടക്കം ഒട്ടനവധി പ്രവർത്തന വർഷങ്ങൾ ഈ വർഷത്തിൽ കാഴ്ചവെച്ചതിന് ശേഷം പടിയിറങ്ങാൻ വെമ്പൽ കൊള്ളുന്ന നമ്മുടെ ഭാരവാഹികൾക്ക് ഒരു ചെറിയ ആദരം. അവരെ നിങ്ങൾ
നിങ്ങൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ഒന്ന് പരിചയപ്പെടുത്തി അവരോടുള്ള നന്ദിയും സ്നേഹവും നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രകടിപ്പിക്കാൻ ഞങ്ങൾ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതിനനുസരിച്ച് ഞങ്ങൾ ഈ പേര് വിളിക്കുന്ന ഭാരവാഹികൾ ദയവായി ഈ സ്റ്റേജിലേക്ക് കടന്നു വരിക. നമ്മുടെ പ്രിയങ്കരിയായ വൈസ് പ്രസിഡന്റ് പ്രിയങ്ക അംഗത്തിൽ, നിങ്ങൾ ഈ പേര് വിളിക്കുന്നവർ ദയവായി സ്റ്റേജിൽ കടന്നു വന്ന് ഒരു വരിയായിട്ട് നിൽക്കണമെന്നുള്ള കാര്യം അറിയിക്കുന്നു. ഒപ്പം തന്നെ സെക്രട്ടറി മിസ്റ്റർ മഹേഷ് മുരളി, നമ്മുടെ പ്രിയങ്കരനായ ജോയിന്റ് സെക്രട്ടറി, നമ്മുടെ സ്വന്തം ഫോട്ടോഗ്രാഫർ, ആരൊന്ന് ചെന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ സ്വന്തം ജോയിന്റ് സെക്രട്ടറി സരീഷ് ചേട്ടൻ, നമ്മുടെ വിശ്വസ്തനായ ബാങ്കർ ട്രഷറർ മിസ്റ്റർ ജോർജ് ഓടക്കഞ്ചേരി, ഒപ്പം നമ്മുടെ ട്രസ്റ്റീസ് ബോർഡ് അംഗങ്ങളായ അനീഷ് റോൺ, അനു, അരുൺ ചന്ദ്, ബിബിൻ അബ്രഹാം, ജയ ചേച്ചി, പ്രണവ്, രജനി ചേച്ചി, രജേഷ് രാഘവൻ, സച്ചു ജെയിംസ്, ഷാജിമോൻ കേടി, സ്വീറ്റി, വിൽസൺ മാത്യു. എനിക്ക് തോന്നുന്നു വിൽസൺ ചേട്ടൻ എത്തിയിട്ടില്ലാന്ന്. ഈ പേര് വിളിച്ച എല്ലാവരും വേദിയിലേക്ക് ഇവരൊക്കെയാണ് MMA നെടുന്തൂണ്. ഞങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്ന ഈ ആളുകളാണ് കഴിഞ്ഞ വർഷം ഈ MMA മുന്നോട്ട് നയിച്ചത്. ഞാനീ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ഇവർക്ക് ചാർത്തി കൊടുത്തപ്പോഴും ഏതൊരു പ്രസ്ഥാനത്തെ നയിക്കണമെങ്കിൽ നട്ടലുള്ള ചങ്കുറപ്പുള്ള നെടുനായകത്വം വഹിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കൂടി ആ പ്രസ്ഥാനത്തിനുണ്ടാവണം. ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മുടെ MMA പ്രസിഡന്റ് ആധികാരികതയുടെ ഭാഷയിൽ മാത്രമല്ല സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും ഒക്കെ നമ്മുടെ പ്രസിഡന്റ്, നമ്മുടെ ചങ്കുറപ്പുള്ള നേതാവിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാൻ മറ്റാരുമല്ല അനീഷ് കുര്യൻ. മിസ്റ്റർ അനീഷ് കുര്യൻ, പ്രസിഡന്റ് MMA പ്രസിഡന്റ് മിസ്റ്റർ അനീഷ് കുര്യനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കാം. പ്രിയപ്പെട്ട മാഞ്ചസ്റ്റർ മലയാളി അസോസിയേഷൻ കുടുംബാംഗങ്ങളെ, ആദ്യമായി തന്നെ നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ക്രിസ്മസ് നമുക്കൊരാഘോഷം മാത്രമല്ല, അത് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകം കൂടിയാണ്. നാനാജാതി മതസ്ഥരായ നമ്മളെല്ലാവരും ഇന്നിവിടെ ഒരു കുടക്കീഴിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ ഈ കൊച്ചു കമ്മ്യൂണിറ്റിയുടെ ശക്തമായ ബന്ധത്തിൻ്റെയും ഐക്യത്തിൻ്റെയും തെളിവാണ്. അത്യധികം സന്തോഷത്തോടും അതിലധികം അഭിമാനത്തോടുമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ കഴിഞ്ഞു പോയ വർഷത്തെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചു നോക്കിയാൽ 2024 നമ്മുടെ അസോസിയേഷന് നിരവധി വിജയങ്ങളും നേട്ടങ്ങളും പുതിയ തുടക്കങ്ങളും നൽകിയ അതിമനോഹരമായ ഒരു വർഷമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ട്രസ്റ്റീസ് ബോർഡിന്റെ കഠിനാധ്വാനവും നിങ്ങൾ ഓരോരുത്തരുടെയും ലാഭേച്ഛയില്ലാത്ത നിസ്വാർത്ഥമായ പിന്തുണ കൊണ്ടും വിമൻസ് ഡേയും സ്കൂൾ ആനുവൽ ഡേയും സ്പോർട്സ് ഡേയും ബാർബക്യൂവും ഓണവും ക്രിസ്മസും കൂടാതെ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പും ചെസ് ടൂർണമെൻറ്റും ഫുട്ബോൾ ടൂർണമെൻറ്റും ചീട്ടുകളി മത്സരവും അതുപോലെയുള്ള മറ്റു ടൂർണമെൻറ്റുകളും നടത്താൻ നമുക്ക് ഈ വർഷം സാധിക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഈ ടൂർണമെൻറ്റുകളൊക്കെ ഗംഭീര വിജയമാക്കുവാനും നമുക്ക് സാധിച്ചു. ഇതുകൂടാതെ വളരെ വലിയ റിസ്ക് ആയിരുന്നിട്ട് കൂടി, വിമർശനങ്ങൾ ഒരുപാടുണ്ടായിരുന്നിട്ടും
അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അസോസിയേഷനിലെ കൂടുതൽ അംഗങ്ങൾക്ക് പങ്കെടുക്കുവാൻ ഇടയാകുന്ന വിധത്തിൽ ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും വേദികൾ നമ്മൾ സാധാരണ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും മാറ്റി പുതിയ വേദികളിൽ നമ്മൾ അവതരിപ്പിച്ചു. ഇതിനുതകുന്ന ധീരമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഈ കമ്മിറ്റിക്ക് സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനാണ്. ഇതുമൂലം നമ്മുടെ ഓണാഘോഷങ്ങൾക്ക് ഈ വർഷം മുൻ വർഷങ്ങളിലേക്കാൾ 200-ലധികം ആളുകൾക്ക് പങ്കെടുക്കുവാൻ സാധിച്ചു. നമ്മുടെ ഇന്നത്തെ ഈ ക്രിസ്മസ് പ്രോഗ്രാമിൽ മുൻ വർഷത്തേക്കാൾ 125-ലധികം മെമ്പർമാർക്കാണ് പങ്കെടുക്കാൻ സാധിച്ചത്. ഈ ക്രിസ്മസ് ആഘോഷം തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മാഞ്ചസ്റ്റർ മലയാളി അസോസിയേഷന്റെ ഉയർച്ച. 500ഓളം ആളുകളുമായി മുൻ വർഷങ്ങളിലെ ഓണാഘോഷങ്ങൾക്ക് വെല്ലുവിളിയാകുന്ന ഒരു ക്രിസ്മസ് ആഘോഷമാണ് നമ്മൾ ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി മുന്നോട്ട് വരുന്ന കമ്മിറ്റികൾക്ക് ഇതിൽ നിന്ന് ഒട്ടും താഴോട്ട് പോകാതെ ഇതിന് ഉയർച്ചയിലേക്ക് ഈ അസോസിയേഷനെ നയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 2019 ശേഷം ആദ്യമായി നമ്മൾ യുഗ്മ നോർത്ത് വെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടി എന്നുള്ളതും ചെറിയൊരു കാര്യമല്ല. 150-ൽ പരം കുട്ടികൾ പഠിക്കുന്ന 150-ൽ പരം കുട്ടികൾ ഡാൻസും കരാട്ടയും നമ്മൾ ഈ വർഷം ആരംഭിച്ച കീബോർഡും പെയിന്റിങ്ങും ഒക്കെ പഠിക്കുന്ന നമ്മുടെ സ്കൂളാണ് നമ്മുടെ MMA-യുടെ നട്ടെല്ല്. ഈ സ്കൂളിനെ കഴിഞ്ഞ ചില വർഷങ്ങളിൽ നഷ്ടത്തിലായിരുന്ന ഈ സ്കൂളിനെ നമ്മൾക്ക് ലാഭകരമാക്കാൻ സാധിച്ചു എന്നുള്ളതും ഈ കമ്മിറ്റിയുടെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ അധ്യക്ഷ പ്രസംഗം നടത്തുന്ന ഈ വേളയിൽ എന്തിനാണ് ട്രസ്റ്റീസ് ബോർഡ് അംഗങ്ങളെ എല്ലാം ഈ സ്റ്റേജിൽ വിളിച്ച് നിർത്തിയിരിക്കുന്നതെന്ന്. അതിന് കാരണം ഞാൻ മേൽപ്പറഞ്ഞ ഈ നേട്ടങ്ങളൊക്കെയും ഈ നിൽക്കുന്ന ട്രസ്റ്റീസ് ബോർഡ് അംഗങ്ങളുടെ നിസ്വാർത്ഥവും പ്രതിഫലേച്ഛയില്ലാത്തതുമായ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഇവരെ കൂടാതെ ഇതൊന്നും അച്ചീവ് ചെയ്യാൻ ഈ കമ്മിറ്റിക്ക് സാധിക്കില്ലായിരുന്നു. അതിനാൽ അവരോടുള്ള എൻ്റെ സ്നേഹവും ആദരവും നന്ദിയും പ്രകടിപ്പിക്കാൻ ഇതിലും നല്ലൊരു വേദിയുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഒരിക്കൽ കൂടെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ കമ്മിറ്റിയുടെ പേരിലും നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും നിറഞ്ഞ ക്രിസ്മസും ആരോഗ്യവും സമൃദ്ധിയും നിറഞ്ഞൊരു പുതുവത്സരവും ആശംസിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you guys. ഇതോടൊപ്പം തന്നെ ഔപചാരികമായി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊള്ളുന്നു. നിങ്ങൾ വേദിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ഒരു പ്രവൃത്തി വർഷത്തിൽ ഇവർ നമുക്ക് വേണ്ടി ചെലവഴിച്ച നിസ്വാർത്ഥമായ ഇവരുടെ സേവനങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഒരു നല്ല കയ്യടി, അതാകട്ടെ ഇവർക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന സമ്മാനം.